ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും അടുത്ത വീഡിയോ വന്നിരിക്കുകയാണ്. അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് കുറച്ച് സന്തോഷമുള്ള ദിവസമാണ്. അതായത് ഞാൻ നട്ട് വിളവെടുത്ത ഒരു സാധനമാണ് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കഞ്ഞിക്ക് തോരൻ വെക്കാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ കൊല്ലം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. അതായത് ഇത് കണ്ടിക്കുന്ന തന്നെ ഇടൽ വീഡിയോ. ഇത് മത്തൻ്റെ ഇലയാണ്, മത്തങ്ങയുടെ ഇലയാണ്. ഇത് ഉണ്ടായതെന്ന് വെച്ചാൽ ഈ കൊല്ലം നമ്മുടെ ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് ഇതിന്റെ മത്തങ്ങയുടെ വിത്ത് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നിട്ട് നട്ടതാണ്. ഞാൻ മുള വരും എന്ന് പോലും വിചാരിച്ചല്ല. ഇവിടെ നട്ടിട്ട് കഴിയുമ്പോൾ അത് ഒരാഴ്ച ആകുമ്പോൾ തന്നെ മുള വന്നു. 2 എണ്ണം ഉണ്ടായിട്ടുള്ളൂ. 2 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പം ഏകദേശം ചിലതിനൊക്കെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മത്തങ്ങ കായ്ക്കുമെന്ന് അറിയില്ല. മത്തങ്ങ കായ്ക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അങ്ങനെ കെട്ടിയാണ്. അപ്പൊ ഇതിന് തോരൻ വെക്കാൻ വേണ്ടി ഇലയെടുത്താണ്. എനിക്കിത് കണ്ടപ്പം എന്തായാലും അതും കൂട്ടി ഒന്ന് ഒരു തോരൻ ഉണ്ടാക്കി കഞ്ഞി കുടിക്കാനുള്ളൊരു കൊതി. അപ്പൊ അങ്ങനെ ഇത് മുറിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടാണ്. നമ്മളെ വിളവെടുത്ത ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഉള്ളൊരു സുഖം വേറൊന്നും കിട്ടൂല. ഞാൻ വിചാരിച്ചത് പോലും ഇതിങ്ങനെ ഉണ്ടാവും എന്നുള്ളതേ. അപ്പം ഇനിയിപ്പം നമുക്ക് നോക്കാം. മത്തങ്ങയും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. ഉണ്ടോ? പണ്ട് ഞാൻ ഈ മത്തങ്ങയുടെ ഇല അതൊന്നും ഞാൻ കഴിക്കില്ലായിരുന്നു. പിന്നെ മത്തങ്ങ എനിക്ക് എപ്പോഴും വേണ്ട. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. മത്തങ്ങ എനിക്ക് വേണ്ട. മത്തങ്ങ മധുരം കൊണ്ട് എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പം പണ്ട് ഇതുപോലെ ഇതിന്റെ ഇലയൊക്കെ ആദ്യമൊക്കെ കറി വെച്ച് തരുമ്പോൾ ഞാൻ കഴിക്കില്ലായിരുന്നു. പിന്നെ എൻ്റെ കാറ്റൻകവല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ. അത് ചിറ്റാരിക്കാലിനപ്പുറമാണ്. അവിടെയുള്ള ഒരു ഗ്രാൻഡ് മദർ ഉണ്ട് എനിക്ക്. അവിടെ ഞാൻ പോയപ്പോൾ അവിടുത്തെ അമ്മയാണ്, ഗ്രാൻഡ് മദറാണ് ഇത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇതിന്റെ തോരൻ വെച്ച് തന്നത്. പിന്നെ എൻ്റെ ഗ്രാൻഡ് മദറും ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാനിത് ആദ്യമായിട്ട് കഴിച്ചത്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇതിന് കുറച്ച് വേവുണ്ട്. നമ്മൾ തേങ്ങ, കാന്താരി, വെളുത്തുള്ളി ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അത്രയും മതി. ഒരുപാട് നമ്മൾ സാധനങ്ങളൊന്നും ഇടേണ്ട കാര്യമില്ല. പിന്നെ വെളിച്ചെണ്ണ, കടുക് താളിച്ച് അങ്ങനെ വെക്കാം. പിന്നെ പല രീതിയിൽ തോരൻ